ഉണ്ണിയാർച്ചയുടെ കഥ സിനിമയാക്കുന്നുണ്ട്. അതിൽ ചന്തുവായി അഭിനയിക്കാനാകുമോ എന്നുള്ള ഒരു ക്ഷണമാണ് മമ്മൂട്ടി എന്ന മഹാനടനെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിലേക്ക് നയിക്കുന്നത്. മമ്മൂട്ടിയുടെ തന്നെ സ്വന്തം ഭാഷയിൽ പറഞ്ഞാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആദ്യത്തെ ത്രെഡ് ഈ ഒരു ക്ഷണമാണ്. ഈ സിനിമയുടെ പേര് പോലും നിശ്ചയിച്ചിട്ടില്ലാത്ത ആ സമയത്ത് ആ സിനിമയുടെ തിരക്കഥ പോലും പൂർണ്ണമായും വായിക്കാതെ മമ്മൂട്ടി ഈ സിനിമയ്ക്ക് ഡേറ്റ് നൽകുകയായിരുന്നു. അതിനുള്ള പ്രധാന കാരണം ഈ സിനിമയുടെ തിരക്കഥ രചിക്കുന്നത് സാക്ഷാൽ MD വാസുദേവൻ നായരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മമ്മൂട്ടിയുടെ ഗുരുവായിട്ടുള്ള, മമ്മൂട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് പലപ്പോഴായിട്ട് പ്രസാദം നൽകിയിട്ടുള്ള സാക്ഷാൽ MD ഇങ്ങനെ ഒരു കഥാപാത്രത്തെ അദ്ദേഹത്തിന് വെച്ച് നീട്ടിയപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു കഥാപാത്രത്തെ നെഞ്ചിലേറ്റി സ്വീകരിക്കുകയായിരുന്നു. പിന്നീട് നടന്നത് ചരിത്രം. അത് നമ്മുടെ മലയാള സിനിമയുടെ തന്നെ ചരിത്രം മാറ്റിക്കുറിച്ചു എന്ന് പറയാവുന്ന, മലയാള സിനിമയുടെ എവർഗ്രീൻ ക്ലാസിക് ചിത്രമായി മാറിയിട്ടുള്ള ഒരു സിനിമയായി മാറി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അപ്പോൾ MDയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് 1989 റിലീസായിട്ടുള്ള ഒരു വടക്കൻ വീരഗാഥ എന്ന ഈ ക്ലാസിക് ചിത്രം ഇന്ത്യൻ സിനിമയിലെ തന്നെ എക്കാലത്തെ മികച്ച 100 ചിത്രങ്ങളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച 10 ചിത്രങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും ഒരു വടക്കൻ വീരഗാഥ തന്നെയാണ്. ഈ ഒരു എവർഗ്രീൻ ക്ലാസിക് ചിത്രം മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ ഒരു സുപ്രധാന ടേണിംഗ് പോയിന്റ് ആയി മാറുകയായിരുന്നു. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ആദ്യത്തെ ദേശീയ അവാർഡ് ഈ സിനിമയിലെ മികവുറ്റ പ്രകടനത്തിനാണ് ലഭിച്ചിരുന്നത്. എന്നാൽ മമ്മൂട്ടിയുടെ മികവാർന്ന പ്രകടനത്തിന് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അവാർഡുകൾ ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയ മികവിനെ നമ്മൾ വാനോളം വാഴ്ത്തിയപ്പോൾ അതിൽ മമ്മൂട്ടിയോടൊപ്പം മാറ്റുരയ്ക്കുന്ന അഭിനയ പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു അഭിനേതാവിനെ നമ്മൾ വേണ്ടത്ര പ്രശംസിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തു എന്ന കഥാപാത്രത്തിനോട് തുല്യ പ്രാധാന്യമുള്ള മറ്റൊരു കഥാപാത്രമാണ് ഈ സിനിമയിലെ ഉണ്ണിയാർച്ച. ഈ സിനിമയിൽ ഉണ്ണിയാർച്ചയായി പരകായ പ്രവേശം നൽകിയെന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ അതിഗംഭീരമായുള്ള പ്രകടനമായിരുന്നു ഒരു വടക്കൻ വീരഗാഥയിൽ മാധവി എന്ന നടിയുടെ പ്രകടനം. മമ്മൂട്ടിയുടെ ചന്തു എന്ന കഥാപാത്രത്തോട് മത്സര അഭിനയം തന്നെ കാഴ്ചവെച്ചുള്ള പ്രകടനമാണ് ഉണ്ണിയാർച്ചയായിട്ട് മാധവി കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ അവർക്ക് ആ വർഷത്തെ സംസ്ഥാന അവാർഡോ ദേശീയ അവാർഡോ ഈ സിനിമയിലെ പ്രകടനത്തിന് ലഭിച്ചില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ സിനിമയിൽ മാധവി അവതരിപ്പിക്കുന്ന ഉണ്ണിയാർച്ച എന്ന കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്ന ഓരോ സീനിലും ഓരോ ഷോട്ടിലും ആ കഥാപാത്രത്തിന്റെ തേജസ്സും തീക്ഷ്ണതയും തുളുമ്പി നിൽക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഉണ്ണിയാർച്ചയായി അഭിനയിക്കാൻ മാധവി അവരുടെ രൂപത്തിലും ഭാവത്തിലും ചലനത്തിലും അംഗചേഷ്ടകളിലും ആയോധന മുറയിൽ പോലും സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ആ ജ്വലിക്കുന്ന കണ്ണുകളിലെ തീക്ഷ്ണതയും ആ പുഞ്ചിരിയിലെ വശ്യതയും ആ ആത്മവിശ്വാസം തുളുമ്പുന്ന ഗാംഭീര്യവും ആ അംഗലാവണ്യവും ചടുലതയും എല്ലാം മാധവി ഉണ്ണിയാർച്ചയായി പ്രത്യക്ഷപ്പെടുന്ന ഓരോ സീനിനും ഗംഭീരമാക്കി എന്ന് തന്നെ പറയണം. തീർച്ചയായിട്ടും നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ആണ് മാധവി എന്ന നടി ഉണ്ണിയാർച്ചയായി പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ സിനിമയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ സിനിമയിലെ അഭിനേതാക്കൾക്ക് ഇത്രയും അധികം ഡെപ്തുള്ള കഥാപാത്രങ്ങളെ നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും MT എന്ന തിരക്കഥാകൃത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ഇതിലെ വ്യത്യസ്തമായുള്ള കഥാപാത്രങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറൈസേഷൻ നൽകി ഓരോ കഥാപാത്രത്തിനും നല്ല ഡെപ്ത് നൽകിയിട്ടാണ് അദ്ദേഹം ഇതിനുവേണ്ടി തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷതയും MD എന്ന മഹാചലച്ചിത്രകാരന്റെ ഏറ്റവും മികച്ച തിരക്കഥ തന്നെയാണ്. എന്നാൽ ഈ സിനിമയിൽ നമ്മളെ ഏറെ വിസ്മയിപ്പിച്ചിട്ടുള്ളത് ഈ സിനിമയുടെ മാന്ത്രിക സംഗീതമാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി മാസ്മരികമായിട്ടുള്ള സംഗീതം നൽകിയിരിക്കുന്നത് ഒരു മലയാളി അല്ല എന്നുള്ളതാണ് ഏറെ അതിശയിപ്പിക്കുന്ന കാര്യം. ബോംബെ രവി എന്ന ഉത്തരേന്ത്യക്കാരൻ ഈ സിനിമയ്ക്ക് വേണ്ടി കേരളത്തിന്റെ സംസ്കാരം തുളുമ്പുന്ന ക്ലാസിക്കൽ ടച്ചുള്ള വടക്കൻ പാട്ടിന്റെ ജീവൻ തുടിക്കുന്ന സംഗീതം നൽകിയിരിക്കുന്നു എന്നുള്ളത് ഏറെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ഈ സംഗീതത്തിൽ അതിമനോഹരങ്ങളായുള്ള ഗാനങ്ങൾ സമ്മാനിക്കാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ളത് R ജയകുമാറിന്റെയും കൈതപ്രത്യത്തിന്റെയും മനോഹരമായിട്ടുള്ള വരികളാണ്. അവർക്ക് ശബ്ദം നൽകിയിട്ടുള്ള യേശുദാസും ചിത്രയും ആശാലതയുമെല്ലാം ഈ സിനിമയിൽ മികവുറ്റ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചു. എന്നാൽ ഈ സിനിമയിലൂടെ ദേശീയ അവാർഡ് ലഭിച്ചിട്ട് പോലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു മേഖലയുണ്ട്. അത് ഈ സിനിമയുടെ ആർട്ട് ഡയറക്ഷൻ ആണ്.
ഉത്തര കേരളത്തിലെ അംഗച്ചേകരുടെ കാലഘട്ടത്തിലേക്ക് നമ്മെ നയിച്ചിട്ടുള്ള പശ്ചാത്തലം ഒരുക്കിയിട്ടുള്ള ആർ കൃഷ്ണമൂർത്തി സാർ, അദ്ദേഹത്തിന്റെ ഗംഭീരമായുള്ള രംഗസജ്ജീകരണം ഈ സിനിമയെ വേറെ ലെവലിലാക്കി എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി മികവാർന്ന വസ്ത്രാലങ്കാരം നൽകിയതും അദ്ദേഹം തന്നെയാണ്. VFXും ഗ്രാഫിക്സും ഡിജിറ്റൽ സങ്കേതങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇത്രയും ദൃശ്യവിസ്മയങ്ങൾ സമ്മാനിച്ച രാമചന്ദ്ര ബാബു എന്ന സിനിമാറ്റോഗ്രാഫറുടെ മികവും ഏറെ പ്രശംസ അർഹിക്കുന്ന വസ്തുതയാണ്. ഈ ഒരു സിനിമ വീണ്ടും 4K ക്വാളിറ്റിയിൽ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റത്തിൽ റിലീസ് ചെയ്തപ്പോൾ അത് മലയാളികൾ എക്കാലം ഓർത്തുവെക്കുന്ന, മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ചിട്ടുള്ള, മലയാള സിനിമയുടെ മോസ്റ്റ് 10 മൂവീസിൽ ഒന്നായി മാറിയിട്ടുള്ള ഒരു വടക്കൻ വീരഗാഥയെ മറ്റൊരു പൊൻതൂവലിൽ അടയാളപ്പെടുത്തിയെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വസ്തുക്കളുമായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്.